കുപ്രസിദ്ധ ഗുണ്ട അലുവ അതുലിനെ പട്ടാപകൽ വെട്ടിനുറുക്കിയ കേസിൽ ഗൂഢാലോചനയുടെയും സഹായങ്ങളുടെയും കൂടുതൽ ചുരുളഴിയുന്നു. കൊലയാളി സംഘത്തിന് വഴിയൊരുക്കാനും രക്ഷപ്പെടാനും സഹായം നൽകിയ കടത്തൂർ സ്വദേശി അജ്മൽ കൂടി പിടിയിലായതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 13 കൊലപാതകത്തിന് പിന്നിൽ വലിയൊരു സംഘത്തിന്റെ ആസൂത്രണമുണ്ടെന്ന നിഗമനത്തിൽ അന്വേഷണം വ്യാപിപ്പിക്കുകയാണ് പോലീസ്. കൊലപാതകം നടന്ന സമയം അതുൽ സഞ്ചരിച്ചിരുന്ന കാറിന്റെ വേഗത കുറയ്ക്കുക എന്ന കൃത്യമായ ദൗത്യമായിരുന്നു അജ്മലിന്റെ സ്വിഫ്റ്റ് കാറിനുണ്ടായിരുന്നത്. പ്രതികൾ സഞ്ചരിച്ചിരുന്ന ഇനോവ കാറിന് മുന്നിലായി സ്വിഫ്റ്റ് കാർ തന്ത്രപരമായി ഓടിച്ചുപോയി അതുലിന്റെ വാഹനത്തിന്റെ വേഗത നിയന്ത്രിച്ചു. പിന്നാലെ എത്തിയ ഇനോവ കാർ അതുലിന്റെ വാഹനത്തിൽ തട്ടി റോഡരികിലെ കുഴിയിലേക്ക് വീഴ്ത്തുകയായിരുന്നു. അജ്മൽ ഈ സമയത്ത് വാഹനത്തിലുണ്ടായിരുന്നുവെന്നും കൊലപാതകത്തിന്റെ ഗൂഢാലോചനയിൽ ഇയാൾക്ക് നേരിട്ട് പങ്കുണ്ടെന്നും പോലീസ് കണ്ടെത്തി. ഭീതിയുടെ പര്യായമായിരുന്നു അലുവ അതുൽ. ചോര കാണുന്നത് ലഹരിയായി കൊണ്ടുനടന്നിരുന്ന അതുൽ എതിരാളികളെ ആക്രമിക്കാൻ പ്രധാനമായും ഉപയോഗിച്ചിരുന്നത് കൂടമായിരുന്നു. മദ്യമോ മറ്റ് ലഹരി വസ്തുക്കളോ ഉപയോഗിക്കാത്ത അതുലിനെ മനുഷ്യരക്തമാണ് ആവേശം കൊള്ളിച്ചിരുന്നതെന്ന് മുൻ സംഘാംഗങ്ങൾ വെളിപ്പെടുത്തുന്നു. 25ഓളം കേസുകളിൽ പ്രതിയായ അതുൽ 3 തവണ കാപ്പ ചുമത്തപ്പെട്ടയാളാണ്. ഒടുവിൽ എതിർ സംഘത്തിന്റെ വെട്ടേറ്റ് വീണപ്പോൾ കൊല്ലരുത് പറഞ്ഞു തീർക്കാം എന്ന് അപേക്ഷിച്ചെങ്കിലും വിഷ്ണുവും സംഘവും അത് ചെവികൊണ്ടില്ല. ലഹരിമരുന്ന് മാഫിയ ബന്ധം. അതുൽ വധക്കേസിലെ 6ാം പ്രതി ഷംനാദിന് അന്തർ സംസ്ഥാന ലഹരിമരുന്ന് റാക്കറ്റുമായുള്ള ബന്ധം പുറത്തുവന്നത് അന്വേഷണത്തിൽ നിർണായകമായി. ബംഗളൂരു കേന്ദ്രീകരിച്ച് കേരളത്തിലേക്ക് MDMA കടത്തുന്ന സംഘത്തിലെ പ്രധാനിയാണ് ഷംനാദ്. ഇയാളെ തെളിവെടുപ്പിനായി ബംഗളൂരുവിൽ എത്തിച്ചപ്പോഴാണ് ലഹരിമരുന്ന് കൈമാറാനെത്തിയ മറ്റ് 3 പേരെ പോലീസ് സാഹസികമായി പിടികൂടിയത്. കൊലപാതകത്തിന് പിന്നിൽ ലഹരി പണത്തിന്റെ തർക്കങ്ങളുണ്ടോ എന്നതും പോലീസ് പരിശോധിക്കുന്നുണ്ട്. പ്രതികളായ വരിക്കപ്പള്ളി ഷാൻ, അൻഷാദ് എന്നിവരെ തെളിവെടുപ്പിന് ശേഷം കോടതിയിൽ ഹാജരാക്കി. അതുലിൽ നിന്ന് വധഭീഷണിയുണ്ടായിരുന്നതാണ് കൊലപാതകത്തിന് പ്രേരിപ്പിച്ചതെന്ന് ഷാൻ മൊഴി നൽകി. 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. കൊലയാളി സംഘത്തിന് സാമ്പത്തികവും സാങ്കേതികവുമായ സഹായം നൽകിയ കൂടുതൽ പേർ നിരീക്ഷണത്തിലാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റുണ്ടാകുമെന്ന് കരുനാഗപ്പള്ളി പോലീസ് അറിയിച്ചു.